നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആത്മീക യാത്ര എന്ന ഈ ചാനലിലൂടെ ഒരുപാട് സ്വിച്ച് വേർഡുകളെക്കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും കണ്ടുവരുന്നുണ്ട്. അതുപ്രകാരം ഇന്നും വളരെ ഫലം തരുന്നതും നമ്മുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതുമായ വെറും 30 മിനിറ്റ് കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുവാനുമായുള്ള ഒരു മാജിക്കൽ ഏഞ്ചൽ വാക്കിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ച് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഓരോ ഏഞ്ചലിൻ്റെ പേരുകളെക്കുറിച്ചും കണ്ടിട്ടുണ്ട്. അതുപ്രകാരം ഇന്നും നമ്മൾ ഇവിടെ കാണുവാൻ പോകുന്നത് ഒരു അത്ഭുത ഏഞ്ചൽ വാക്കാണ്. നമ്മൾ ഏഞ്ചൽ മുഖാന്തരം നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുമെന്ന് നമ്മുടെ പല വീഡിയോകളിലൂടെയും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം ഒരുപാട് പേർ അത് പരീക്ഷിച്ച് നോക്കി അവർക്ക് ഫലം ലഭിച്ചതായും അറിയിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നും നമ്മൾ ഒരു അത്ഭുതകരമായ ഏഞ്ചലിൻ്റെ പേരാണ് കാണുവാൻ പോകുന്നത്. നമ്മൾ ഏതൊരു ഏഞ്ചൽ നമ്പറുകളോ സ്വിച്ച് വേർഡുകളോ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളോ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കൂടി നിങ്ങൾക്ക് ഈ അത്ഭുതകരമായ ഒരു വാക്ക് ദിവസവും ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ചൊല്ലാവുന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ പല വീഡിയോകളിലും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നിങ്ങൾ ചൊല്ലുക എന്ന് പറയുന്നത് എന്നാൽ ആ സമയത്ത് നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാകും. നമ്മുടെ എല്ലാവരുടെയും ഓരോ ജീവിതം ആരംഭിക്കുന്ന ദിവസം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ടെൻഷനുകളും അതുപോലെ തന്നെ ചിന്താഗതികളോടുകൂടിയുമായിരിക്കും. പക്ഷെ നമ്മൾ ഉണരുമ്പോഴും അതുപോലെ തന്നെ ഉറങ്ങുവാൻ പോകുമ്പോഴും മനസ്സ് ശാന്തമായിരിക്കും. നമ്മൾ പറയുന്നത് മനസ്സ് കേൾക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു 10 മിനിറ്റോളം കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ നമ്മൾ ഏത് കാര്യത്തിലേക്കാണോ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിലേക്ക് നമുക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ ഇതെല്ലാം പകൽ സമയങ്ങളിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു പക്ഷേ വില്ലിങ് ആയിരിക്കും ആ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അതിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും കൂടി നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ ഒരു ഡിസ്റ്റർബൻസ് നിങ്ങളെ ആ ഒരു കാര്യത്തിനകത്തേക്ക് പോകുവാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഒന്നുകിൽ രാവിലെ ഉണർന്ന ഉടനെ അതല്ലെങ്കിൽ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഇതുപോലുള്ള മാജിക്കൽ വാക്കുകളെല്ലാം ചൊല്ലാവുന്നതാണ്. ഇനി എത്ര നേരം ചൊല്ലണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണം കണക്കിലെടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 10 മിനിറ്റ് നിങ്ങളുടെ മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ നിലനിൽക്കുന്നത് വരെയും ഈ ഒരു വാക്ക് ചൊല്ലാവുന്നതാണ്. ഏതൊരു കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചാണെങ്കിലും പണം സംബന്ധിച്ചുള്ളതാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച വ്യക്തി നിങ്ങളെ വിളിച്ച് സംസാരിക്കണമെന്നാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച വ്യക്തിയുമായിട്ട് വിവാഹം കഴിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിലും കൂടി ആ ആഗ്രഹത്തെ നിറവേറ്റി തരുവാൻ ഈ ഒരു വാക്കിന് ശക്തിയുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടോ പീരിയഡ്സ് ആയിട്ടോ അതല്ല പുലവരായ്മയുണ്ട് എന്നോ അതല്ല ഞങ്ങൾ ഇപ്പോൾ ഹോസ്റ്റലുകളിലാണ് താമസിക്കുന്നത് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഉറങ്ങുവാൻ പോകുന്ന ബെഡിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വാക്ക് ചൊല്ലാവുന്നതാണ്. അപ്പോൾ എന്താണ് ആ മാജിക്കൽ വാക്ക് എന്ന് നമുക്ക് ഇപ്പോൾ കാണാം. ഇതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിനെ തയ്യാറെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് നിറവേറ്റി തരുവാൻ ഒരുപാട് മാലാഖമാർ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ ആ മാലാഖമാരോട് നമ്മൾ ചോദിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും നിറവേറി കിട്ടുകയുള്ളൂ. നമ്മൾ ചോദിക്കാതെ നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരിക്കലും നിറവേറി കിട്ടുവാനായിട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് ഈ മാലാഖമാരോടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ 2 കണ്ണുകളും പതുക്കെ അടയ്ക്കുക. പതുക്കെ അടച്ച് നിങ്ങളുടെ ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. അതുപോലെ തന്നെ പതുക്കെ നമ്മൾ ഉള്ളിലേക്കും വലിച്ചെടുക്കുക. ഇങ്ങനെ ഒരു 3-4 മിനിറ്റ് നിങ്ങൾ ചെയ്യുക. അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളെ മുഴുവനായും പുറന്തള്ളുക. പിന്നീട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ഇനി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്ന് കിട്ടിയതായിട്ട്, ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സ്വപ്നഗ്രഹമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സ്വപ്നഗ്രഹത്തിൽ നിങ്ങൾ പോയി താമസിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. അവിടെ ഇരിക്കുന്നതും അതുപോലെ തന്നെ അവിടെ ഇരുന്ന് TV കാണുന്നതും അവിടെ ഇരുന്ന് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നതും അവിടെ നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ കിടന്നുറങ്ങുവാൻ പോകുന്നതുമായ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ വേറെ ഏത് കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നതെങ്കിലും ആ കാര്യത്തിനെ കുറിച്ച് നടന്നതായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയോടുകൂടിയായിരിക്കണം നിങ്ങൾ ഇരിക്കേണ്ടത്. അങ്ങനെ ഇരുന്ന് നിങ്ങളുടെ മനസ്സിൽ ആ ചിത്രങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു വാക്കും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. എന്താണ് ആ വാക്ക് എന്ന് കാണാം. ഐസിസ് മാജിക് ബിഗിൻ നൗ. ഐസിസ് മാജിക് ബിഗിൻ നൗ.
ഐസിസ് മാജിക് ബിഗിൻ നൗ എന്നുള്ള ഈ വാക്ക് നിങ്ങൾക്ക് എണ്ണമൊന്നും കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തുടർച്ചയായി നിങ്ങളുടെ മനസ്സിലെ ആ ഒരു കോൺസെൻട്രേഷൻ നിലനിൽക്കുന്നത് വരെയും നിങ്ങൾക്ക് ഈ ഒരു വാക്ക് ചൊല്ലാവുന്നതാണ്. ഇങ്ങനെ ചൊല്ലിക്കഴിയുമ്പോഴത്തേക്കും ചിലർക്ക് 10 മിനിറ്റ് വരേക്കും ചൊല്ലാൻ സാധിക്കും, ചിലർക്ക് 15 മിനിറ്റ് വരെയും ചൊല്ലാൻ സാധിക്കും. അതെല്ലാം അവരവരുടെ മനസ്സിൻ്റെ കൺട്രോളിനനുസരിച്ചുണ്ടാകും. അപ്പോൾ നിങ്ങൾ അതുവരെയും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിട്ട് അതുപോലെ തന്നെ പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്ത് നിങ്ങൾ കിടന്നുറങ്ങുവാൻ പോകുക. ഒരിക്കലും നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് വേറെ ഏത് തരത്തിലുള്ള വാക്കു തർക്കങ്ങളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തമ്മിലുള്ള സംസാര രീതികളോ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഇനി എത്ര ദിവസം നമ്മൾ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വാക്ക് ചൊല്ലുവാനോ അതല്ല ഇത് നമ്മൾ എത്ര ദിവസം ചെയ്യണമെന്നോ യാതൊരു വിധത്തിലുള്ള കണക്കുകളും ഇല്ല. നിങ്ങൾക്ക് ഇത് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും ചെയ്യാം. കുറഞ്ഞത് ഒരു 11 ദിവസം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്നതായിരിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചെറുതാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ ചെറുതാണ്, പക്ഷേ ഇതൊന്നും നടന്ന് കിട്ടുമോ എന്ന് ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയതാണ് എന്നിരിക്കട്ടെ, നിങ്ങളിത് ചൊല്ലി രാവിലെ ഉണരുമ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും. അതിന് യാതൊരുവിധ സംശയവും വേണ്ട. അവരവരുടെ ആഗ്രഹത്തിൻ്റെ വലിപ്പ ചെറുപ്പം അനുസരിച്ചായിരിക്കും നമ്മളേക്ക് ഈ പ്രപഞ്ചം പെട്ടെന്ന് കൊണ്ടെത്തിക്കണോ അതല്ലെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കുകയുള്ളൂ എന്നെല്ലാം ചിന്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ സന്തോഷത്തോടു കൂടിയും അതുപോലെ തന്നെ നന്ദിയോടുകൂടിയും ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് എത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നുവോ അത്രയും നമ്മളിലേക്ക് ഈ പ്രപഞ്ചം നന്മകൾ കൊണ്ടെത്തിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്താണോ ഈ പ്രപഞ്ചത്തിനോട് ചോദിക്കുന്നത് അതുതന്നെയായിരിക്കും നിങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിലും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക. നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വീഡിയോകളിലെല്ലാം പറയുന്ന ഒരു കാര്യം കൂടിയാണ്. ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണമെന്ന്. നമ്മൾ ഒരു ദിവസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഉണരുമ്പോൾ നമ്മൾ ചൊല്ലുന്ന വാക്കാണ്. ആ വാക്കുകളിലൂടെ ആയിരിക്കും നമ്മുടെ ആ ഒരു ദിവസം മുഴുവൻ കടന്നു പോകുന്നത്. അതുപോലെ തന്നെയാണ് രാത്രിയിൽ ഉറങ്ങുവാൻ പോകുമ്പോൾ ശാന്തമായ മനസ്സോടുകൂടിയും സ്വസ്ഥമായി ഉറങ്ങുവാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടിയതായി നമ്മൾ മനസ്സിൽ കരുതി ഈ പ്രപഞ്ചത്തിനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ചത് അത് വലുതോ ചെറുതോ എന്തുമായിക്കോട്ടെ ആ ആഗ്രഹം ഉടനടി നടന്നു കിട്ടുന്നതായിരിക്കും. ഇതുപോലുള്ള ഒരുപാട് ഏഞ്ചൽ നമ്പറുകളും അതുപോലെ തന്നെ മാജിക്കൽ വാക്കുകളും നമ്മൾ ഈ വീഡിയോകളിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾ തുടർച്ചയായി ഈ ചാനലുകൾ സപ്പോർട്ട് ചെയ്ത് കാണുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും സ്വിച്ച് വേർഡുകളെക്കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും എല്ലാം നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ശ്രമിച്ചു നോക്കുക, തീർച്ചയായും നിങ്ങളിലേക്ക് ഫലം എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് പേർ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒന്ന് ഇതുപോലുള്ള മാജിക്കൽ വാക്കുകളും ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഫലം ഇരട്ടിയായി തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കടേശായ നമഃ.